നമസ്കാരം. ആൽബനി ഫിസിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിലുള്ള വീഡിയോസാണ്. അത് ലഘുവായ രീതിയിലുള്ള വ്യായാമ മുറകൾ കൊണ്ട് നമ്മൾക്ക് ചെറിയ ചെറിയ കണ്ടീഷൻസ് മാറ്റാത്തക്ക രീതിയിലുള്ള അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടണിലും കൂടെ പ്രസ് ചെയ്യുന്നതിൽ ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ കറക്ഷൻ. പോസ്റ്റർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത് നമ്മൾ നിൽക്കുന്ന രീതി, അതായത് ഓരോ മനുഷ്യനും നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്ന രീതി ഉണ്ടല്ലോ, ഈ രീതികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ നടക്കുമ്പോഴത്തേന് നമ്മുടെ ഓരോ പോസ്റ്റേഴ്സ് ഉണ്ട്. ആ പോസ്റ്റേഴ്സ് ബാഡ് പോസ്റ്റേഴ്സ് ഒരുപാട് പേർക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബാഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പൈൻ്റെ, അതായത് ചിലരിങ്ങനെ കൂനിയേ ഇരിക്കുകയുള്ളൂ. അതായത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം കൊണ്ട് കൂനുണ്ടാവും, ചിലർക്ക് ഷോൾഡറുടെ ഭാഗം കൊണ്ട് കൂനുണ്ടാവും, ചിലർക്ക് കഴുത്തിൻ്റെ പുറകിൽ ഒരു ഹമ്പ്, അതായത് ഹമ്പ് മീൻസ് ഒരു വളവ് പോലെ ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവരുടെ തല ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമ്പോഴത്തേന് അവർക്ക് ഹിപ്പിനൊരു അലൈൻമെൻറ്റിന് പ്രശ്നമുണ്ടാകും. ഇതെല്ലാം ബഹുഭൂരിപക്ഷം കേസുകളും നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. കാരണം വരുത്തി വെക്കുന്നത് നമ്മുടെ ചില നിൽക്കുന്ന രീതികൾ കൊണ്ട്, നമ്മുടെ ഇരിക്കുന്ന രീതികൾ കൊണ്ട് നമ്മുടെ നട്ടലിന് പിൽക്കാലത്ത് ചെറിയ വളവുകളുണ്ടാവും. വളവുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നട്ടലിന് 4 വളവുകളുണ്ട്. ആ വളവുകളല്ലാതെ മുമ്പിലേക്കും പുറകിലേക്കും ഉള്ള വളവുകളല്ലാതെ സ്കോളിയോസിസ് കുറയും, ഒരു സൈഡിലേക്കൊക്കെയുള്ള വളവുകൾ ഫോം ചെയ്യാം. സ്കോളിയോസിസ് അതായത് കോൺവെക്സിറ്റി, അതായത് ലാറ്ററൽ കോൺവെക്സിറ്റി ഓഫ് ദ സ്പൈനാണ്. അതായത് ഒരു സൈഡിലേക്ക് ഒരു കോൺവെക്സ് ആയിട്ട് സ്പൈൻ പോകുന്ന ഒരവസ്ഥ. സ്കോളിയോസിസ് മാത്രമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ സ്പൈൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് ഹിപ്പിൻ്റെ അലൈൻമെൻറ്റ്, രണ്ട് ഹിപ്പിൻ്റെ പെൽവിസ് എന്ന് പറയുന്ന 2 ബോണാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ASIS, അതായത് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എന്ന് പറയുന്ന 2 പോർഷൻ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ലൈനിലാണ് ഇരിക്കേണ്ടത്. ഇതിൻ്റെ ലൈനിന് യാതൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഹിപ്പിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതായത് അത് സ്പൈനിലേക്ക് പോകും. സ്പൈനിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ സ്പൈന് ചെറിയ ഒരു വളവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്പൈന് ഒരു ചെറിയ വളവ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്ത് പോകുന്ന സെക്കൻഡ് സേക്രൽ വെർട്ടിബ്ര, അതായത് നമ്മളൊരു മനുഷ്യനെ നമ്മൾ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കറക്റ്റ് ഒരു വര വരച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സേക്രൽ വെർട്ടിബ്ര വഴിയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭൂമിയിലേക്ക് പതിക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചെറിയ നമ്മുടെ പോസ്റ്റർ, അതായത് വലത്തേക്കും ഇടത്തേക്കും നമ്മൾ ചെരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ കൂടുതൽ ലോഡ് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് നടുവേദന ഉണ്ടാവാം. പിന്നെ നമ്മുടെ കാണുന്നവർക്ക് തന്നെ ഇവനെന്താ ഇങ്ങനെ നടക്കുന്നത് എന്നൊരു ഫീലിംഗ് വരാം. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ IT പ്രൊഫഷൻസിലിരിക്കുന്ന ആളുകൾ നമ്മുടെ ഒരു 90 ഡിഗ്രിയിലായിരിക്കണം അവരുടെ സ്ക്രീൻ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ അവർ ഇങ്ങനെ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ സ്പൈന് ചെറിയ പ്രശ്നങ്ങൾ വരും. മിക്കവാറും ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ കാണുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റനിങ് ഓഫ് സർവൈക്കൽ വെർട്ടിബ്രയാണ്. അതായത് സർവൈക്കൽ വെർട്ടിബ്രയുടെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർവൈക്കൽ ലോഡോസിസ് വരണം. നമ്മുടെ കഴുത്തിൻ്റെ ഏരിയയിൽ ചെറിയ വളവുണ്ട്. ആ വളവില്ലാതെ, അതായത് നേരെ ഇരിക്കുന്ന ഫ്ലാറ്റനിങ് ഓഫ് ദ നെക്ക് എന്ന് പറയും, ഫ്ലാറ്റനിങ് ഓഫ് ദ നെക്ക് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ലോഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേന് ഒരാളുടെ എക്സ്റേയിൽ റിവേഴ്സ് ലോഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനും ഉണ്ടാകും. അതായത് മുമ്പോട്ടിരിക്കേണ്ട വളവ് നേരെ പുറകോട്ടിരിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് അപ്പോൾ IT പ്രൊഫഷൻസിലുള്ള ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ നമ്മുടെ ഡ്രൈവേഴ്സിന് ഇങ്ങനെ സംഭവിക്കാം. ഇതൊന്നുമില്ലാതെ യാതൊരു പണിയില്ലാത്ത ആൾക്കാർക്കും വരാം. കാരണം ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, നിൽക്കുമ്പോൾ ഒരു കാലിൽ നിൽക്കുകയുള്ളൂ, ഒരു കാല് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കും, ഒറ്റക്കാലം നിൽക്കുന്നവർ നിൽക്കും. അപ്പോൾ അവർക്കത് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷേ അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് അവരുടെ നടുവിന് സ്ട്രെയിൻ കൂടി നടുവിന് വേദന വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വയർ കൂടുന്ന ആൾക്കാർ, ബെല്ലി കൂടിയ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ നടുവിനൊരു ലോഡോസിസിൻ്റെ അവിടെ കൂടി ഇൻക്രീസ് ചെയ്തിട്ട് അവർക്ക് നടുവിന് ലോവർ ബാക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ എണീറ്റ് നിന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ ഒരു മിററിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ സിമ്പിളായിട്ടുള്ള കറക്ഷൻ ടെക്നിക്സുമാണ് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മിററാണെന്ന് വിചാരിക്കുക. ഈ മിററിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ 2 കാലും ഏകദേശം ഒരു ഷോൾഡർ ലെവലിൻ്റെ
രീതിയിലായിരിക്കണം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും പാടില്ല. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അസസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പോസ്റ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്കെന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. സ്വഭാവത്തിലുള്ള അപാകതയല്ല കേട്ടോ, ശരീരത്തിൻ്റെ ഘടനയുള്ള അപാകതയുടെ കാര്യം പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ 2 ഷോൾഡർ ലെവലിൽ നമ്മൾ നോക്കുക, കണ്ണാടിയിൽ നോക്കുക, മുമ്പിൽ കണ്ണാടിയാൻ നോക്കുക. അപ്പം നമ്മൾ 2 ഷോൾഡർ ലെവലും ഒരുപോലെ ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക, അവിടെ വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ബെൽറ്റ് ഇടുന്ന ഈ പോർഷനിൽ 2 എല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 2 എല്ല് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, സാധാരണ ബെൽറ്റിൻ്റെ ഇവിടുന്ന് ഒരു 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 ചാണി ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഈ പോർഷനിലായിട്ട് നമുക്ക് 2 എല്ല് ഇവിടെ ഫീൽ ചെയ്യും. ഈ എല്ലിൻ്റെ അളവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണോ, അതായത് ബെറ്റർ നിങ്ങൾ എന്താ പറയുക, ഫുൾ സ്യൂട്ടിൽ കണ്ണാടിയുടെ മുമ്പിൽ ഒന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നിൽക്കുക, എന്നിട്ട് നമുക്ക് നോക്കുക, എല്ല് കാണത്തക്ക രീതിയിൽ നിൽക്കുക. ഇപ്പോൾ എല്ല് രണ്ടും ഒരുപോലെ, ഈ 2 പോർഷനും ഒരുപോലെയാണോ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അലൈൻമെൻറ്റിന് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ നീ ജോയിൻറ്റ് നമ്മുടെ കറക്റ്റാണോ നോക്കുക. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഒരു ബെൽറ്റ് ഇടുന്ന പോർഷനിൽ നമുക്ക് ചെറിയ ഇങ്ങോട്ടൊരു ഡീവിയേഷൻ, ഷോൾഡറിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ പല ആളുകളെയും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അതായത് ഒരു സൈഡ് ചെറുതായിട്ട് ചെരിഞ്ഞ്, ഷോൾഡർ ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള എക്സസൈസ് പ്രത്യേകിച്ചുണ്ട്, നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പം ഈ ഒരു ലെവലൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ മിററിൻ്റെ മുമ്പിൽ കറക്റ്റായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഇനി മിററിൻ്റെ മുമ്പിൽ അല്ലാതെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ്, സ്പൈൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടെ സ്പൈൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നമുക്ക് എല്ലാത്തിനും റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്, എല്ലാ ജോയിൻറ്റിനും നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്, സ്പൈൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് എന്ന് നമ്മൾ ഭിത്തിയോട് ചാരി നിൽക്കുക. എൻ്റെ ഉപ്പൂറ്റി ഹീൽ പോർഷൻ ഭിത്തിയിൽ ടച്ച് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഷോൾഡർ ഭിത്തിയിൽ ടച്ച് ചെയ്ത് നിൽക്കണം. എൻ്റെ തലയുടെ പുറകുവശം ഭിത്തിയിൽ നിങ്ങൾക്ക് മുട്ടിക്കാൻ നിങ്ങൾക്കല്ല, എൻ്റെ തലയുടെ ഭാഗം എനിക്കല്ലേ മുട്ടിക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് മുട്ടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൈൻ്റെ ഇവിടെ വലിയ ഫ്ലെക്സിബിലിറ്റിക്ക് പ്രശ്നം. ചില ആളുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകളോട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ആളുകളുണ്ട്. കാരണം സ്പൈൻ്റെ ഫ്യൂഷനുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് പറ്റില്ല. നിങ്ങളത് വളരെ സിമ്പിളായിട്ടൊക്കെ തള്ളിക്കളയേണ്ട, നിങ്ങൾ തന്നെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ ഭിത്തിയിട്ടിരിക്കുക പോയിരുന്നിട്ട് പോസ്റ്റർ ഇങ്ങനെ ആയിരിക്കണേ, അതായത് ഹീല് കറക്റ്റ് നമ്മുടെ ഭിത്തിയിൽ ടച്ച് ചെയ്യണം, ഷോൾഡർ ഭിത്തിയിൽ ടച്ച് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ തലയുടെ പുറകുവശം ഭിത്തിയിൽ ടച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും ഭാഗങ്ങൾ ടച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പക്കാരനല്ല. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക, നമുക്കൊരു ഫ്ലെക്സിബിലിറ്റിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊരു എക്സസൈസ് മെത്തേഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പോസ്റ്റർ കറക്ഷൻ ഇപ്പം ഈ ലെവലിന്, ഷോൾഡർ ലെവലിന് നിങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഷോൾഡർ പതുക്കെ ഉയർത്തി, അതായത് ഒരു ഷോൾഡർ മാത്രം, അതായത് ഈ ഷോൾഡറിന് കുഴപ്പമില്ലല്ലോ, ഇത് മാക്സിമം നമ്മുടെ അൺഈക്വൽ ഹാങ്ങിങ് എന്നൊക്കെ പറയും. അതായത് ജനലിൻ്റെ കമ്പിയിൽ ഒരു കൈ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്ഥലത്ത് പിടിക്കുകയാണെങ്കിൽ മറ്റേ കൈ അതിനേക്കാൾ ഉയരത്തിൽ പിടിച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, മനസ്സിലാവുന്നുള്ളൂ. അൺഈക്വൽ ഹാങ്ങിങ് ടെക്നിക്സ് എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഷോൾഡറിന് നമ്മൾ കൂടുതൽ മൂവ്മെൻറ്റ് കൊടുത്ത് ഈ ഒരു ലെവൽ റെഡിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്സാണ്. ഇപ്പം സാധാരണ ഈ ഒരു അസസ്മെൻറ്റ് തന്നെ, ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു അസസ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് എക്സസൈസായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിൽക്കുക, നിങ്ങൾ തന്നെ ഇങ്ങനെ മുട്ടിക്കുക. ഇപ്പോൾ പറ്റാത്തില്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നും വിഷമിക്കട്ടെ, ഇങ്ങനെ തന്നെ മുട്ടിക്കുക. ഇങ്ങനെ തന്നെ പതുക്കെ മുട്ടിച്ച ശേഷം നമ്മുടെ കൈ കണ്ടോ, കൈ അതൊക്കെ ഭിത്തിയുടെ മുകളിലൂടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ നോക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സസൈസാണ്. കാരണം നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം നമ്മുടെ കണ്ടോ ഇങ്ങനെ ഭിത്തിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഭിത്തി തന്നെ ഉരച്ചോണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പെട്രാലിസ് മേജർ മസിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മസിൽസിനും ഒരു സ്ട്രെച്ചിങ് കിട്ടും. നമ്മുടെ പോസ്റ്റർ, അതായത് ഈ കൂനി നിൽക്കുന്ന മിക്കവാറും പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളും ശ്രദ്ധിച്ച് നോക്കി, മിക്കവാറും ചിലർക്ക് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചിലർ ഇങ്ങനെ നിൽക്കുള്ളൂ, കാല് കണ്ടോ, ഒരു കാല് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ നിൽക്കും, ഇവരുടെ ലോഡ് മുഴുവൻ പോകുന്നത് ഹെഡ്, ആംസ്, ട്രങ്ക് പ്ലസ് 1 ലെഗ് പോകുന്നത് ഈ ഒരൊറ്റ കാലി കൂടിയായിരിക്കും. അതായത് ഈ കാല് ലൂസായി കിടക്കുക, ഈ കാലിന് പ്രയോജനമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ നിൽക്കേണ്ടത് അങ്ങനെയല്ല, നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് പിൽക്കാലത്ത് നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് തന്നെ നമുക്കൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ഞാൻ കാണിച്ചു തരാം, പോസ്റ്റർ കറക്ഷൻ വേണ്ടിയുള്ള എക്സസൈസ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് ചെയ്യേണ്ട എക്സസൈസാണ്, വേറെ ആരും ചെയ്തു തരേണ്ട എക്സസൈസ് അല്ല. ഞാനിപ്പോൾ ഡെമോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിത് ചെയ്യുന്ന എക്സസൈസ് ഭിത്തിയിൽ നമ്മൾ ചെയ്ത സെയിം ടെക്നിക്ക്, അതായത് ഭിത്തിയിൽ നമ്മൾ ചാരി നിന്നിട്ട് ചെയ്ത സെയിം എക്സസൈസ് തന്നെ. കൈ രണ്ടും ഒരുപോലെ കൊണ്ടുവന്ന് ഇതുണ്ടോ ഇങ്ങനെ കൊണ്ടുവരിക, സെയിം കൈ കറക്കി ഭിത്തി, അതായത് നമ്മുടെ ഈ
ബെഡിൽ കൂടി തന്നെ ടച്ച് ചെയ്ത് ഹാർഡായിട്ടുള്ള മാറ്റി ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ഒരു ബെഡിൽ കിടത്തിക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഹാർഡായിട്ടുള്ള മാറ്റിൽ കിടക്കുന്നതല്ല, യോഗ മാറ്റിൽ കിടക്കുന്ന നല്ലത്. സെയിം കാണിച്ച്. ഓക്കെ, ഇത് തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മൾ ഭിത്തി ചാരി നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആദ്യം ഇത് ചെയ്ത ശേഷം റെഡിയായ ശേഷം ഭിത്തിയിൽ ചാരി നിന്നാൽ മതിയാവും. അപ്പം നമ്മൾ പറഞ്ഞു സാധാരണ രീതിയിൽ നല്ല പോസ്റ്റർ കറക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ അസസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. നമുക്ക് നടുവിനും വളമുണ്ടോ. ഇപ്പം ഭിത്തിയിലേക്ക് ചാരി നിൽക്കുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യണം കേട്ടോ. ഗ്യാപ്പ് ഫീൽ ചെയ്തില്ലെങ്കിൽ അവിടെ ചെറിയ പ്രശ്നമുണ്ടെന്ന് അർത്ഥം, മനസ്സിലാവുന്നില്ല. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ നിൽക്കുമ്പം കഴുത്തിൻ്റെ ഇവിടെ നമുക്ക് ഒരു കൈ കയറ്റാന്നുള്ള ഗ്യാപ്പ് വേണം. അതുപോലെ ലംബാർ ഏറിയ കൈയുടെ നടുവിൻ്റെ ആ പോർഷനിൽ നമുക്കൊരു കൈ കയറത്തക്ക രീതിയിലുള്ള ഗ്യാപ്പ് വേണം. കഴുത്തോടെ മുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സസൈസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പോസ്റ്റർ കറക്ഷൻ ചെയ്യാൻ പറ്റും. വലിയ പതോളജി സംഭവങ്ങളുള്ള കേസാണെങ്കിൽ നമുക്കത് വേറെ രീതിയിലാണ് ലെവൽ ചെയ്യേണ്ടത്. ഇത് സാധാരണ രീതിയിൽ ആളുകൾക്ക് പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയ ടെക്നിക്സാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക, കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും സുഖമായിരിക്കുന്നൊരു കരുതിക്കൊണ്ട് നമസ്കാരം.